ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ 400 കടക്കുമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി. ജൂൺ 4-നും ഫലം വരുമ്പോൾ എൻ.ഡി.എ 400 കടക്കും. ആന്ധ്രയിൽ എൻ.ഡി.എയുടെ റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, തീസരി ബാർ മോദി സർക്കാർ, അബ്കി ബാർ 400 ബാർ, അതെന്തായാലും ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. ആവർത്തിച്ച് ജനമനസ്സുകളിൽ ഉറപ്പിക്കുകയാണ്. ഒരുപക്ഷെ ജനങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യവുമായിരിക്കും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് എൻ.ഡി.എയുടെ സ്റ്റാർ ക്യാമ്പയിനറായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ, എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, ആന്ധ്രാപ്രദേശിലെ എൻ.ഡി.എ റാലിയിൽ സംസാരിക്കുമ്പോഴും ഈ തവണ 400-ലധികം എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഈ തവണ 400-ന് മുകളിൽ സീറ്റുകൾ ബി.ജെ.പിയും എൻ.ഡി.എയും നേടുമെന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. നേരത്തെ പാർലമെന്റിലെ അവസാന സമ്മേളനത്തിൽ, രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ബി.ജെ.പി 370 കടക്കുമെന്നും എൻ.ഡി.എ 400-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്നും എന്നതായിരുന്നു. ഇന്നലെ ആന്ധ്രാപ്രദേശിൽ നടന്ന റാലിക്ക് മറ്റൊരു സവിശേഷത കൂടിയുള്ളത്, എൻ.ഡി.എ വിപുലീകരണത്തിന് ശേഷം നടക്കുന്ന ആന്ധ്രയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലിയാണ്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെലുങ്ക് ദേശം പാർട്ടിയും മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ബി.ജെ.പിയിലെ എൻ.ഡി.എയിലേക്ക് തിരികെ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ റാലിയായിരുന്നു. അതിനാൽ ടി.ഡി.പി, ബി.ജെ.പി, ജനസേന കക്ഷികളുടെ ശക്തി പ്രകടനമായി ഇന്നലെ ആന്ധ്രാപ്രദേശിലെ റാലി മാറി എന്നതാണ് ശ്രദ്ധേയമായത്. ഈ റാലിയിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി വൈ.എസ്.ആർ കോൺഗ്രസിനെ വലിയ തോതിൽ വിമർശിച്ചു. വൈ.എസ്.ആർ കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന പരാമർശമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ആന്ധ്രാപ്രദേശിലെ മന്ത്രിമാർ പലരും അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ്. വലിയ ക്രമക്കേടുകൾ 5 വർഷത്തെ വൈ.എസ്.ആർ കോൺഗ്രസ് ഭരണത്തിൽ നടന്നു. മുൻപ് ആന്ധ്രാപ്രദേശിനെ കൊള്ളയടിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ കോൺഗ്രസിൽ നിന്നും പിളർന്നു വന്നവരാണ് വൈ.എസ്.ആർ കോൺഗ്രസ് രൂപീകരിച്ചത്. അതിനാൽ കോൺഗ്രസിനും വൈ.എസ്.ആർ കോൺഗ്രസിനും കുടുംബാധിപത്യത്തിന്റെയും അഴിമതിയുടെയും ഒക്കെ കാര്യത്തിൽ ഒരേ സ്വഭാവമാണ് എന്ന പരാമർശവും പ്രധാനമന്ത്രി ഈ റാലിയിൽ നടത്തി. ചന്ദ്രബാബു നായിഡുവും സംസാരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിക്കെതിരെ ദേശീയ തലത്തിൽ തന്നെ വലിയ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി ആന്ധ്രാപ്രദേശിൽ ടി.ഡി.പി പരാജയപ്പെട്ടു. നിയമസഭയിലാകട്ടെ മുഖ്യമന്ത്രി സ്ഥാനവും ചന്ദ്രബാബു നായിഡുവിന് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പൂർണ്ണമായും ബി.ജെ.പിക്ക് എതിരായി നിന്നാൽ, അല്ലെങ്കിൽ ബി.ജെ.പി വിരുദ്ധ നയം സ്വീകരിച്ചാൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന തിരിച്ചറിവ് തെലുങ്ക് ദേശം പാർട്ടിക്കുണ്ടായി. മാത്രമല്ല, ദേശീയ തലത്തിൽ അലയടിക്കുന്ന മോദി പ്രഭാവം കൂടി കണക്കിലെടുത്താണ് ചന്ദ്രബാബു നായിഡുവും തെലുങ്ക് ദേശവും പാർട്ടിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എൻ.ഡി.എയിലേക്ക് മടങ്ങിയെത്തിയത്. അതിനാൽ ബി.ജെ.പിയുടെ മാത്രമല്ല ടി.ഡി.പിയുടെയും ജനസേനയുടെയും ഒരു ശക്തി പ്രകടനമായി കൂടി ഇന്നലെ ആന്ധ്രാപ്രദേശിൽ നടന്ന ഈ ഒരു എൻ.ഡി.എ റാലിയെ നോക്കിക്കാണണം. ആന്ധ്രാപ്രദേശിൽ നിയമസഭയും ലോക്സഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 175 അംഗ നിയമസഭയാണ് ആന്ധ്രയിലുള്ളത്, 25 ലോക്സഭാ മണ്ഡലങ്ങളും. അതിനാൽ സഖ്യമായാകും ബി.ജെ.പിയും ടി.ഡി.പിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുക. ഒപ്പം തന്നെ വൈ.എസ്.ആറിന്റെ പ്രതീക്ഷ ഇത്തവണ അധികാര തുടർച്ചയാണല്ലോ ഗൗതം. അതൊരു പക്ഷേ എന്തെല്ലാം വിപരീത ഘടകങ്ങളായിരിക്കും അവരെ ബാധിക്കുക? ലക്ഷ്മി, ജഗൻമോഹൻ റെഡ്ഡിയും വൈ.എസ്.ആർ കോൺഗ്രസും ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ലക്ഷ്യമിടുകയാണ്. പക്ഷേ അഴിമതി ആരോപണങ്ങൾ വലിയ തോതിൽ ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന വൈ.എസ്.ആർ സർക്കാരിന് തിരിച്ചടിയായി മാറുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പലതരത്തിലുള്ള വിവിധ അഴിമതി കേസുകളിൽ മന്ത്രിമാർക്കെതിരെ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, ഈ ബി.ജെ.പിയും ടി.ഡി.പിയും സഖ്യമായി നിന്ന് തെരഞ്ഞെടുപ്പിനെ മത്സരിച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വൈ.എസ്.ആർ കോൺഗ്രസിന് വലിയ ക്ഷീണമായി മാറും. ഒരുപക്ഷെ സഖ്യമില്ലാതെ ടി.ഡി.പി ഒറ്റയ്ക്കും ബി.ജെ.പി ഒറ്റയ്ക്കുമാണ് മത്സരിച്ചതെങ്കിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഒരുപക്ഷെ വൈ.എസ്.ആർ കോൺഗ്രസ് നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ രണ്ട് പ്രബല ശക്തികൾ ഒരുമിച്ച് സഖ്യമായി മത്സരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ ഒരുപക്ഷെ ഭരണമാറ്റത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും 175 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കും. മെയ് മാസം 13-ാം തീയതിയാണ് ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. വളരെ വലിയ സംസ്ഥാനമാണ്. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്ത് നിർണായകമായിരുന്ന ഒരു സംസ്ഥാനം, ഒന്നാം യു.പി.എ സർക്കാരിന്റെ കാലത്തും രണ്ടാം യു.പി.എ സർക്കാരിന്റെ കാലത്തുമൊക്കെ ഏറ്റവും അധികം എം.പിമാരെ കോൺഗ്രസിന് സംഭാവന ചെയ്ത ഒരു സംസ്ഥാനമാണ് ആന്ധ്ര. പക്ഷേ പിന്നീട് ആന്ധ്രാപ്രദേശ് രണ്ടായി തെലങ്കാനയും ആന്ധ്രാപ്രദേശും ആകുന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം
കോൺഗ്രസ് മേൽവിലാസമില്ലാത്ത രീതിയിലേക്ക് ആന്ധ്രയിലും തെലങ്കാനയിലും ഒരുപോലെ ക്ഷയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. UPA-യുടെ കാലത്തൊക്കെ കോൺഗ്രസിനെ ഡൽഹിയിൽ നിലനിർത്തിയ ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായി പാർട്ടി ഏതാണ്ട് ചിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതിനാൽ YSR കോൺഗ്രസും BJP TDP സഖ്യവും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. YSRന് BJP TDP സഖ്യം ഒരു വലിയ ക്ഷീണമായി മാറുന്നു. രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ ഒപ്പം ജനസേന എന്ന പവൻ കല്യാണിന്റെ തെലുങ്ക് ചലച്ചിത്ര താരമായിട്ടുള്ള പവൻ കല്യാൺ നേതൃത്വം നൽകുന്ന ജനസേന കൂടി ഈ സഖ്യത്തിനകത്തുണ്ട്. അതിനാൽ വലിയൊരു സഖ്യത്തെയാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരിക. TDP-യുടെയും BJP-യുടെ ജനസേന പാർട്ടിയുടെയും സഖ്യത്തെ എങ്ങനെ YSR അധികാര തുടർച്ച പ്രതീക്ഷിക്കുന്ന YSR പ്രതിരോധിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA 400 കടക്കുമെന്ന് ആവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ മുന്നണിയുടെ ആത്മവിശ്വാസത്തെയും ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.